ശ്രീ നിസാം സെയ്ദ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഇതാണ്. വി.ഡി. സതീശന് കുറച്ച് നേതാക്കളുണ്ട്. ആ നേതാക്കളോട് മാത്രം കാര്യങ്ങൾ മനസ്സ് തുറക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നു, ആലോചനകൾ നടത്തുന്നു, ബാക്കിയുള്ളവർ പുറത്താണ്. അപ്പോൾ ഒരുമിച്ച് നീങ്ങാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പായി വി.ഡി. സതീശൻ മാറുന്നുണ്ട്. അതാണോ അപ്പുറത്ത് വലിയ രീതിയിൽ എതിർ ശബ്ദങ്ങൾ പുറത്തേക്ക് വരാൻ കാരണം? വി.ഡി. സതീശൻ എന്തെങ്കിലും അന്തിമമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നില്ലല്ലോ സ്മൃതി ചെയ്തത്. ഞാൻ ഇതിൽ മാത്രമായിട്ട് പറയുകയല്ല, ആലോചിച്ചെടുത്താൽ തന്റെ കൂടെയുള്ള സ്വാഭാവികമായും തന്നോട് അല്ല, ഈ വിജയ സാധ്യതയുള്ള കാര്യം പറഞ്ഞത് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്. അല്ല, ഏതൊരു കാര്യവും വി.ഡി. സതീശന് സ്വന്തമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി കോൺഗ്രസിലുണ്ട് എന്ന് കരുതാൻ മാത്രം ഒരു ബുദ്ധിയില്ലാത്ത ആളാണ് വി.ഡി. സതീശൻ എന്ന് ഞാൻ കരുതില്ല. അദ്ദേഹം രാഷ്ട്രീയമായി വളരെ ബുദ്ധിയുള്ള ആളാണ്. കോൺഗ്രസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കും, ഞാനും എൻ്റെ കുറച്ച് ആളുകളോട് ചേർന്ന് ഒരു തീരുമാനം എടുത്താൽ അത് കോൺഗ്രസിൽ നടപ്പിലാക്കാൻ കഴിയും എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല അദ്ദേഹം ഒരു പ്രപ്പോസൽ വെച്ചത് ഒരു യോഗത്തിലാണ്. ആ യോഗത്തിൽ അത് സംബന്ധിച്ച് ഇഴകീറി ചർച്ചകളുണ്ടാവും. ആ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ചില മണ്ഡലങ്ങൾ വിട്ടുപോയതുണ്ടാകാം, ചില മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കൊണ്ടുണ്ടാകാം. അത്തരമൊക്കെയുള്ള ഒരു ചർച്ചയിലേക്ക് അത് ഇന്നലത്തെ യോഗം കൊണ്ട് തന്നെ അവസാനിക്കുന്ന ഒരു ചർച്ചയും ആവണമെന്നില്ല. നാളുകളിലും ആ ചർച്ച, ഇനിയുള്ള മീറ്റിങ്ങുകളിലും ആ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. ഇന്നലത്തെ ഒരു മീറ്റിംഗിൽ അത്തരം ചർച്ചകൾ അവസാനിച്ചു. ആ മീറ്റിംഗിൽ ദീപാദാസ് മുൻഷി വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. അത് ആ പാരമ്പര്യം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. നമ്മളൊക്കെ ഓർക്കുന്നില്ലേ, പണ്ട് G.K. മൂപ്പനാർ വരുന്നു, ഗുലാം നബി ആസാദ് വരുന്നു, ഇവരൊക്കെ വന്ന് ഓരോരോ നേതാക്കന്മാരെ ഒറ്റയ്ക്ക് ഉണ്ടാകുന്നു, അഭിപ്രായം ശേഖരിക്കുന്നു, അതിൻ്റെ അഭിപ്രായത്തിൽ അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. ഇതിലൊന്നും പുതുമയൊന്നും ഉള്ള ഒരു കാര്യമില്ല. അതൊന്നുകൊണ്ടൊന്നും ഇത് ഇവിടുത്തെ അപരിഹാര്യമായ തർക്കങ്ങളുണ്ട് എന്നുള്ളതിനുള്ള സൂചനകളുമല്ല. ഇതൊക്കെ സാധാരണഗതിയിൽ കോൺഗ്രസിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ ഒക്കെ ചാർജുള്ള ആളുകൾ, ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉണ്ടാകുന്നത്. അവർ വരുമ്പോൾ വ്യത്യസ്തരായ ആളുകളുടെ നിന്ന് അഭിപ്രായം ശേഖരിക്കും. ഒറ്റയ്ക്ക് കാണുമ്പോൾ ആളുകൾ കുറച്ചുകൂടി സ്വതന്ത്രമായി ഭയമില്ലാതെ മറ്റ് കെട്ടുപാടുകളില്ലാതെ അഭിപ്രായങ്ങൾ പറയും എന്നുള്ളതുകൊണ്ട്. പണ്ടിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് പറയുമ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ശേഖരിച്ചാൽ മതി, അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാവിൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ശേഖരിച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ ഒരു കൃത്യമായ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് വിശാലമായി കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കായ ആളുകളുടെ അഭിപ്രായങ്ങൾ മാറേണ്ടതുണ്ട് എന്ന അഭിപ്രായം വരാൻ കാരണം അദ്ദേഹത്തിന്റെ അനാരോഗ്യമാണല്ലോ. അപ്പോഴാണ് ഈ സുധാകരനും വി.ഡി. സതീശനും തമ്മിൽ വലിയ തർക്കമുണ്ട് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ കൂടി. അപ്പോൾ ആ തരത്തിൽ രണ്ടായി നിന്നുകൊണ്ട് സുധാകരൻ മാറുകയാണെങ്കിൽ വി.ഡി. സതീശനും മാറണം എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ മാറുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ മുല്ലപ്പള്ളിയും മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തരത്തിലുള്ള ആലോചനകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരാൾ പോവുകയാണെങ്കിൽ മറ്റേ ആളെയും മാറ്റണം എന്ന രൂപത്തിലെ ചർച്ചകൾ എങ്ങനെയാണ് കോൺഗ്രസിൽ ഉരുത്തിരിയുന്നത്? അതിന് ഉത്തരവാദി ആരാണ്? അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതില്ല. കാര്യം പ്രതിപക്ഷ നേതാവ് മാറുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല. കാര്യം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന 5 കൊല്ലത്തേക്കാണ്. KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു ഫിക്സഡ് ടെന്യൂവറിൽ തിരഞ്ഞെടുക്കുന്ന ആളല്ല. KPCC പ്രസിഡന്റ് ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴൊക്കെ മാറുന്ന സ്വഭാവമാണ്. ഒരു സഭയുടെ കാലാവധിക്കിടയിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയ ഒരു ചരിത്രം കേരളത്തിലെ കോൺഗ്രസ്സിലില്ല. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു ആവശ്യം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആരെങ്കിലും ഉന്നയിക്കുന്നു എന്ന് ഞാൻ കരുതുന്നുമില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന് കരുതിയിരുന്ന അവർ തമ്മിൽ പരസ്യമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചതിന് ശേഷമാണ് അവർ ഒന്നിച്ച് കേരളം ഒട്ടാകെ ഒരു ജാഥ നയിച്ചത്. അപ്പോൾ ഇത് അപരിഹാര്യമായ തർക്കങ്ങളൊന്നും ഇവർ തമ്മിലോ കോൺഗ്രസിനുള്ളിലോ ഏതെങ്കിലും 2 നേതാക്കന്മാർ തമ്മിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് പക്ഷേ ഇപ്പം ലാൽകുമാർ പറഞ്ഞാൽ കേൾക്കുമാർ. ലാൽകുമാർ പറഞ്ഞത് കോൺഗ്രസ് വിമർശമാണെങ്കിലും ഫലത്തിൽ അത് CPM വിമർശമായി മാറി എന്നുള്ളതാണ്. CPM-ൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഉള്ള കാലത്ത് ആ പാർട്ടിക്ക് ജീവഭാഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദൻ ഇല്ലാതോടുകൂടി പിണറായി വിജയൻ്റെ വാക്കുകൾ മാത്രം അവസാന വാക്കായി മാറുന്ന കാലത്ത് ആ പാർട്ടിയുടെ ജീർണത എത്രമാത്രം ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയാതെ പറയുകയായിരുന്നു. MLA കൂടി കവിയായി മാറിയ ദിവസമാണ് സഭയിൽ. തിരിച്ചെത്താം എങ്ങനെ വാഴ്ത്തുപാട്ടുകാരെങ്ങനെ വന്നുകൊണ്ട് ഒരു പാർട്ടി എത്രമാത്രം ജീർണതയിലേക്ക് എത്തും എന്നുള്ളതിന് CPM തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പറയാതെ പറയുകയായിരുന്നു ലാൽകുമാർ.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.